നമ്മുടെ CGL 2023 റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ ഏപ്രിലിൽ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് ഡിസംബറിൽ വീണ്ടും ഫൈനൽ റിസൾട്ട്. ഹലോ എവ്രി വൺ, 2025 ഏപ്രിലിനും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായും വളരെയധികം പ്രത്യേകതകളുള്ള ഒരു മാസമാണ് ഏപ്രിൽ 2025. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്ന SSCയുടെ എക്സാം കാലണ്ടർ പ്രകാരം 2 പ്രധാനപ്പെട്ട എക്സാംസ് ഈ മാസമാണ് വരാനായിട്ട് പോകുന്നത്. സോ ഏപ്രിൽ 16 തീയതി 2025 ബുധനാഴ്ച നമ്മുടെ SSCയുടെ സെലക്ഷൻ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏപ്രിൽ 22 ചൊവ്വാഴ്ച 2025 SSCയുടെ CGL എക്സാമിൻ്റെ, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന CGL എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കാലണ്ടറിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ട 2 ദിവസങ്ങളാണ് ഏപ്രിൽ 16 ഏപ്രിൽ 22. അപ്പോൾ എന്തൊക്കെയാണ് ഈ എക്സാംസിൻ്റെ പ്രത്യേകതകൾ, എങ്ങനെയാണ് ഇവിടേക്കുള്ള സെലക്ഷൻ നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ആദ്യം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സെലക്ഷൻ പോസ്റ്റ് എക്സാംസിനെ പറ്റിയിട്ടാണ്. അപ്പം ഈ ഒരു എക്സാമിൻ്റെ ഒരു ചെറിയ ഓവർവ്യൂ നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ CGL എക്സാമും CHSL എക്സാമും MTS എക്സാമും ഒക്കെ ഒരുപാട് പലയിടത്തും നമ്മൾ കേട്ട് നമുക്കറിയാം. എന്നാൽ അങ്ങനെ എല്ലാവർക്കും അറിയാത്ത അല്ലെങ്കിൽ ഒത്തിരി പേര് ശ്രദ്ധിക്കാത്ത ഒരു എക്സാമാണ് സെലക്ഷൻ പോസ്റ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു എക്സാമിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? നമ്മുടെ SSCയുടെ പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാത്തിലും തന്നെ ഫസ്റ്റത്തെ ടിയർ സെലക്ഷൻ കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് ടിയർ സെലക്ഷൻ അങ്ങനെയാണ് പോകുന്നത് അല്ലേ. എന്നാൽ ഒറ്റ ഒരു ടിയർ എക്സാം വരുന്ന ഒരു എക്സാമിനേഷനാണ് SSCയുടെ സെലക്ഷൻ പോസ്റ്റ് എക്സാം എന്ന് പറയുന്നത്. ബാക്കിയുള്ള എക്സാംസിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ കാര്യം, ഒരു സ്പെസിഫിക് പോസ്റ്റിന് വേണ്ടിയല്ല SSCയുടെ സെലക്ഷൻ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരുപാട് മിനിസ്ട്രീസ് ഉണ്ട് അല്ലേ. ഇൻകം ടാക്സ് ഉണ്ട്, GST ഉണ്ട്, CBDT ഉണ്ട്, CBIC, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇതിലേക്കൊക്കെയുള്ള ഓരോ തസ്തികകളിലേക്കും ഒരുപാട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എക്സാംസ് CGLും CHSLും ഒക്കെ നടക്കാറുണ്ട്. അതൊക്കെ നിങ്ങൾക്കറിയാം. എന്നാൽ ചില കേസുകളിലും ചില ചെറിയ വേക്കൻസികൾ ഇതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും വരികയാണ് എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പോസ്റ്റിലേക്ക് ഒരു 4-5 വേക്കൻസീസ്, അല്ലെങ്കിൽ മറ്റൊരു മിനിസ്ട്രിയിൽ ഒരു 4-5 വേക്കൻസീസ്, ഇങ്ങനെ ചെറിയ ചെറിയ വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് അവർ ഇതുപോലെ ഒരു Tier 1 എക്സാം അല്ലെങ്കിൽ ഒരു Tier 2 എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള എക്സാംസ് നടത്തുക എന്നുള്ളത് ഇവിടെ പ്രാക്ടിക്കലാണോ? ഡെഫിനറ്റ്ലി അല്ല. സോ ഇതേപോലെ ഒരുപാട് മിനിസ്ട്രീസിലെ ചെറിയ ചെറിയ പോസ്റ്റുകൾ ജനറലി ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് SSC സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്പെസിഫിക്കലി ഈ ഒരു ഓഫീസർ പോസ്റ്റിലേക്കാണ് അല്ലെങ്കിൽ ഈ ഒരു LDC പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വരിക എന്ന് പറയാൻ പറ്റില്ല. അതിന് പകരം ലെവൽ 2 മുതൽ ലെവൽ 7 വരെയുള്ള ഒരുപാട് തസ്തികകളിലേക്കുള്ള പോസ്റ്റുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം നടത്തപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് മിനിസ്ട്രികളിൽ വരുന്ന മേ ബി ചില ഡിപ്പാർട്ട്മെൻറ്റ്സ് അവരുടെ വേക്കൻസീസ് എത്രയുണ്ടെന്ന് അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില കേസിൽ ഇപ്പം CGLൽ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം റാങ്ക് ലിസ്റ്റിലുള്ള ഒരാൾ ജോയിൻ ചെയ്യുന്നില്ല, അങ്ങനെ എന്തെങ്കിലും കേസ് കൊണ്ട് ഫില്ല് ചെയ്യപ്പെടാത്ത വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെലക്ഷൻ പോസ്റ്റ് എക്സാം നടത്തപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത ഇവിടെ 3 ലെവലാണ് ഈ എക്സാം എന്നുള്ള കാര്യമാണ്. സോ നിങ്ങൾക്ക് 10th എലിജിബിലിറ്റി ഉള്ളവർക്കും ഒരു എക്സാം ഉണ്ടാകും, 12th എലിജിബിലിറ്റി ഉള്ളവർക്ക് മറ്റൊരു എക്സാം, ഗ്രാജുവേറ്റ്സിന് മറ്റൊരു എക്സാം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലെവൽ 2 മുതൽ ലെവൽ 7 വരെയുള്ള ഒരുപാട് പോസ്റ്റുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ SSCയുടെ സെലക്ഷൻ പോസ്റ്റ് എക്സാം നടത്തപ്പെടുന്നത്. സോ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലെവൽ 2 വരെയുള്ള, അതായത് നമ്മുടെ എൻട്രി ലെവൽ ജോബ്സ് ഒക്കെ വരുന്ന, നമ്മുടെ MTS ഒക്കെ പോലെ വരുന്ന ഗ്രൂപ്പ് ഡിയിലെ ജോലികൾക്ക് നിങ്ങൾക്ക് ഇവിടെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി 12th ആണ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ CHSLൽ വരുന്ന ജോലികൾ പോലെ LDCയോ GSAയോ പോലെയുള്ള ജോലികളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ അപേക്ഷിക്കാൻ സാധിക്കും. ഇനി CGL പോലെ വരുന്ന അസിസ്റ്റൻറ്റും ഓഫീസറും ഇൻസ്പെക്ടറും പോസ്റ്റുകളിൽ വരുന്ന വേക്കൻസീസിനാണ് ഗ്രാജുവേറ്റ്സിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ മറ്റുള്ള എക്സാംസിൽ നിന്നും ഇതിനുള്ള പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞു. ബാക്കി വരുന്ന വേക്കൻസീസ് ഫില്ല് ചെയ്യാനുള്ള ജനറൽ ആയിട്ടുള്ള ഒരു എക്സാമാണ് സെലക്ഷൻ പോസ്റ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ
ഓഫീസർ പോസ്റ്റുകൾ ഉണ്ടാകും, അതേപോലെ തന്നെ ലാബ് അസിസ്റ്റൻറ്റ് പോസ്റ്റുകൾ ഉണ്ടാകും, പിന്നെ നഴ്സിംഗ് ഓഫീസർ അല്ലെങ്കിൽ റിസർച്ച് അസിസ്റ്റൻറ്റ്, ഡ്രൈവർ, അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് പോസ്റ്റുകളായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അത് നിങ്ങൾ ഓരോന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റ് ഏതാണ്, നിങ്ങളുടെ എലിജിബിലിറ്റിക്ക് വരുന്ന പോസ്റ്റ് ഏതാണ്, ചില പോസ്റ്റിന് എക്സ്പീരിയൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കി കറക്റ്റ് സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഓരോ പോസ്റ്റിനും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏപ്രിൽ 16 മുതലാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ സ്റ്റാർട്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ SSCയുടെ ഒഫീഷ്യൽ കാലണ്ടർ പ്രകാരമുള്ള ഡേറ്റ്സ് ആണ്. ഇൻ കേസ് എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ മേ ബി ലാസ്റ്റ് ഇയർ, ഇപ്പം കഴിഞ്ഞ വർഷം 2024 പ്രെഡിക്റ്റഡ് അവർ ഒഫീഷ്യൽ കാലണ്ടറിൽ വന്ന ഡേറ്റിനേക്കാളും കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. റീസൺ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഇലക്ഷൻസ് നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ലോക്സഭ ഇലക്ഷൻസ് കാരണം കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇൻ കേസ് അങ്ങനെ വരാറില്ല, ഇൻ കേസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടും നിങ്ങൾ ടെൻസ്ഡ് ആവേണ്ട കാര്യമില്ല. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെഫിനറ്റ്ലി എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും അത് ഉടനെ തന്നെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ തൊട്ട് ജൂലൈ വരെ ആയിരിക്കും നമ്മുടെ എക്സാം ഡേറ്റ്. ഇനി ആപ്ലിക്കേഷൻ ഫീ സാധാരണ എല്ലാ SSC എക്സാംസും പോലെ തന്നെ 100 rupees ആണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ആൻഡ് ഇവിടെ ഇത് ജനറൽ കാറ്റഗറീസിൽ വരുന്നവർക്കും OBCക്കാർക്കുമാണ്. പെൺകുട്ടികൾക്ക് പൊതുവേ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് കംപ്ലീറ്റ് ഫീ എക്സംഷൻ ഉണ്ട്. അതുപോലെ SC ST തുടങ്ങിയവർക്കും ഫീ എക്സംഷൻ ഉണ്ടാവുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെ. 30 എന്നല്ല കേട്ടോ, ചില കേസസിൽ അതിനേക്കാളും മുകളിലും പോകാറുണ്ട്. അപ്പോൾ അത് ഓരോ പോസ്റ്റിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ജനറലി ഇത്രയാണ് എന്ന് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു MTS ലെവൽ പോസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഏജ് ലിമിറ്റ് ആയിരിക്കില്ല ഇവിടെ ഒരു ഓഫീസർ ലെവൽ പോസ്റ്റിലേക്ക് വരുമ്പോൾ. അപ്പോൾ അതിൽ ഡെഫിനറ്റ്ലി വ്യത്യാസം വരും. അത് കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനിലാണ് അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി അതിൻ്റെ സാലറിയും വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞു, ലെവൽ 1 തൊട്ട് ലെവൽ 7 വരെയുള്ള പോസ്റ്റുകളാണ്. എൻട്രി ലെവൽ തൊട്ട് ഓഫീസർ ലെവൽ വരെയുള്ള സീനിയർ പോസ്റ്റുകളിലേക്ക് വരെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. സോ അതിനനുസരിച്ച് നമ്മുടെ സാലറീസിലും വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന 2 എക്സാംസ് ആണ്. രണ്ടാമത് വരാൻ പോകുന്ന എക്സാമാണ് SSCയുടെ CGL എക്സാം. നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് SSCയുടെ CGL എക്സാം അല്ലേ. സോ ആപ്ലിക്കേഷൻ വിൻഡോ തുറക്കുന്നത് 22 ഏപ്രിൽ മുതലാണ്. 22 തൊട്ട് 21 മെയ് വരെ ആയിരിക്കും ആപ്ലിക്കേഷൻ വിൻഡോ ഉണ്ടാവുക. ആൻഡ് CGL എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾക്കറിയാം, എല്ലാ SSC എക്സാംസും പോലെ തന്നെ 100 rupees ആണ്. ഗ്രാജുവേറ്റ്, അതായത് ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ആർക്ക് വേണമെങ്കിലും ഇത്ര മിനിമം കട്ട് ഓഫ് എന്നൊന്നുമില്ല. പോസ്റ്റിൽ വൈസ് കട്ട് ഓഫ് എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് നോട്ടിഫിക്കേഷനിൽ ക്ലിയർ ആയിട്ട് കാണാം. ഡിഗ്രി കഴിഞ്ഞ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി കഴിഞ്ഞ ആർക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് വീണ്ടും ഇവിടെ നമ്മുടെ പ്രായപരിധി 18 to 30 years ആണ്. അതും എല്ലാ പോസ്റ്റിലും 18 to 30 years അല്ല, ചിലത് 27 വരെയുള്ളതുണ്ട്, ചിലത് 30 വരെയുള്ളതും ഒക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ റിലാക്സേഷൻ, ഏജ് റിലാക്സേഷൻ തീർച്ചയായിട്ടും ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ ഏജ് ലിമിറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ഇൻ കേസ് നിങ്ങൾ SC ST ആണെങ്കിൽ നിങ്ങൾക്ക് 5 years ഓഫ് ഏജ് റിലാക്സേഷൻ ഉണ്ടാകും. നിങ്ങൾ OBC ആണെങ്കിൽ 3 years ഏജ് റിലാക്സേഷൻ ഉണ്ടാകും. ആൻഡ് എക്സാം കണ്ടക്ട് ചെയ്യപ്പെടാൻ പോകുന്നതും ജൂൺ ടു ജൂലൈയിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും എല്ലാവർക്കും വീണ്ടും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി അടുത്തതായി നമ്മുടെ ഈ പറഞ്ഞ എക്സാംസിൻ്റെ ടൈം ലൈനാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ CGL എക്സാം കഴിഞ്ഞ വർഷം എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വന്നത്, എപ്പോൾ എക്സാം നടന്നു, എപ്പോഴാണ് റിസൾട്ട് വന്നത് നോക്കിക്കേ. കഴിഞ്ഞ വർഷം ജൂൺ 24 നമ്മുടെ നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു മാസത്തേക്ക് ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 24th to 27th ജൂലൈ വരെയാണ്. അതിനുശേഷം നമ്മുടെ സെപ്റ്റംബർ 2024 എക്സാം നടന്നത്. ഫസ്റ്റത്തെ ടിയറിൽ റിസൾട്ട് വന്നതിന് ശേഷം രണ്ടാമത്തെ ടിയർ എക്സാമിനേഷൻ ജനുവരിയിൽ നടന്ന് ഫൈനൽ റിസൾട്ട് മാർച്ചിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, മാർച്ച് 2025 അല്ലേ. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന് ഏകദേശം 8-9 മാസത്തിനുള്ളിൽ തന്നെ ഫൈനൽ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ CGL 2023 റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ ഏപ്രിലിൽ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് ഡിസംബറിൽ വീണ്ടും ഫൈനൽ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് ഈ സെലക്ഷൻ പോസ്റ്റിൻ്റെ ആ ഒരു ടൈം ലൈനും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. സോ ഫെബ്രുവരി 2023
2024-26 വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് റിസൾട്ട് 2024 ഓഗസ്റ്റിൽ വന്നു. അപ്പോൾ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ SSCനേക്കാളും ഒക്കെ കുറച്ചും കൂടെ സ്ലോവർ സെലക്ഷൻ പ്രോസസ്സാണ് ആക്ച്വലി നമ്മുടെ സെലക്ഷൻ പോസ്റ്റിന് വരുന്നത് കേട്ടോ. അത് നിങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാകും. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് ചില പോസ്റ്റുകളിലേക്ക് വിളിക്കാനായിട്ട് താമസം ഉണ്ടായിരിക്കും. അത് ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സെലക്ഷൻ പോസ്റ്റ് എക്സാമിന് CGLനൊക്കെ പോലെ അത്രയും ഹയർ ലെവൽ കട്ട് ഓഫ് വരുന്നില്ല. രണ്ടിനെയും എക്സാം പാറ്റേൺ ഏകദേശം സെയിം ആണെങ്കിലും നമുക്ക് അത് എക്സാം പാറ്റേൺ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാം. അപ്പോഴാണ് നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ 2023 ടൈം ലൈനും കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു 8-9 മന്ത്സ് കൊണ്ടാണ് നമ്മുടെ കംപ്ലീറ്റ് സെലക്ഷൻ ചെയ്യുന്നത്. ഇനി നമ്മുടെ വേക്കൻസീസിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ 2024 CGLൽ 18,174 വേക്കൻസീസ് ആയിരുന്നു. നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് 17,000+ ആയിരുന്നു. അതിനുശേഷം വന്ന അപ്ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഈ 18,000+ വേക്കൻസീസിലേക്ക് CGLൽ മാറിയിട്ടുണ്ടായിരുന്നത്. 2023 കുറവായിരുന്നു. 2022 വീണ്ടും 36,000ഓളം വേക്കൻസീസ് CGLൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അപ്പോൾ കഴിഞ്ഞ 4-5 വർഷത്തെ വേക്കൻസീസ് ഇവിടെ കാണാം. ഇനി അതുപോലെ തന്നെ സെലക്ഷൻ പോസ്റ്റിൻ്റെ വേക്കൻസീസ് ആണെങ്കിൽ എപ്പോഴും ഒരു 2,000-3,000 റേഞ്ച് നമുക്ക് ആവറേജ് ആയിട്ട് പറയാൻ പറ്റും. സോ ഇവിടെ കഴിഞ്ഞ വർഷം phase 12 ആണ് കഴിഞ്ഞ വർഷം. ഈ വർഷം വരാൻ പോകുന്നത് phase 13 ആണ്. ആൻഡ് അതിന് മുൻപത്തെ വർഷം 5,000+ വേക്കൻസീസ്, അതിന് മുമ്പത്തെ വർഷം 2,000+ വേക്കൻസീസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റത്തെ Tier 1 എക്സാമിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ CGLൻ്റെയും ഈ സെലക്ഷൻ പോസ്റ്റിൻ്റെയും Tier 1 എക്സാം എന്ന് പറയുന്നത് സെയിം ആണ്. സെലക്ഷൻ പോസ്റ്റിനാണെങ്കിൽ Tier 1 എക്സാം മാത്രമേ ഉള്ളൂ, അതിലേക്ക് വേറെ എക്സാംസ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഔട്ട് ഓഫ് 200-ലായിരിക്കും CGLൻ്റെ Tier 1 എക്സാമും സെലക്ഷൻ പോസ്റ്റിൻ്റെ Tier 1 എക്സാമും നടക്കുന്നത്. പക്ഷേ CGLൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ, നല്ല പോസ്റ്റുകളിലേക്കൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി 170+ എയിം ചെയ്യണം. നോർമലി 150-160 റേഞ്ചിലായിരിക്കും ജനറൽ കാറ്റഗറിക്ക് CGLന് കട്ട് ഓഫ് വരിക. പക്ഷേ ഇവിടെ ചില പോസ്റ്റുകൾക്ക് സെലക്ഷൻ പോസ്റ്റിന് 120 വരെ, അത്രയും കുറഞ്ഞു വരെ ജനറൽ കാറ്റഗറിക്ക് കട്ട് ഓഫ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന പോസ്റ്റുകളിലേക്കൊക്കെയാണ് അധികവും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വിളിക്കാനുള്ള കാലതാമസം ഉണ്ടാകുന്നത്. സോ അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ CGL പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഹയർ കട്ട് ഓഫ് വെച്ചിട്ട് സെലക്ഷൻ പോസ്റ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല പോസ്റ്റുകളിലേക്ക്, അതായത് ഹയർ റാങ്ക്ഡ് പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എലിജിബിലിറ്റി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പല പല പോസ്റ്റുകളുണ്ട്, അതിന് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ ഏതിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതിൽ പലതിനും ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് നിങ്ങൾ ക്വാളിഫൈഡ് ആകും. അവസാനം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കട്ട് ഓഫ് അനുസരിച്ച്, കട്ട് ഓഫ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എലിജിബിലിറ്റി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 4 സെക്ഷൻസ് ആണുള്ളത്. സ്കീം ഓഫ് ദി എക്സാം 4 സെക്ഷൻസ് ആണ് ഇവിടെ നമുക്കുള്ളത്. റീസണിങ്, ജനറൽ അവയർനെസ്, മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ ഓരോന്നിലും 25 ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും വരുന്നത്. ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വീതമാണ് അല്ലേ. സോ ടോട്ടലി ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് 50 മാർക്ക് കിട്ടും. സോ ആ ടോട്ടൽ ഓഫ് 200 മാർക്കാണ് ഇവിടെ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ 200 മാർക്കിൻ്റെ ടോട്ടലാണ് വരുന്നത്. അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കട്ട് ഓഫ് ആപ്ലിക്കബിൾ ആവുന്നത് കേട്ടോ. സോ ഇത് തന്നെയാണ് നമ്മുടെ സെലക്ഷൻ പോസ്റ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സാം എന്ന് പറയുന്നത്. സോ ഈ ഒരു എക്സാം മാത്രമാണ് സെലക്ഷൻ പോസ്റ്റിനുള്ളൂ. അതിനുശേഷം ഡയറക്റ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ CGLന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ വരുന്ന നോട്ടിഫിക്കേഷൻ ആണ്, അതല്ലെങ്കിൽ അതിന് ജസ്റ്റ് ഒരാഴ്ച മുമ്പ് വരുന്ന നോട്ടിഫിക്കേഷനാണ് സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനും പ്രിപ്പയർ ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ April 16-നും April 22-നുമൊക്കെ എക്സാംസിന് നോട്ടിഫിക്കേഷൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തീർന്നില്ല. ഈ വർഷം മുഴുവൻ ഒരുപാട് പരീക്ഷകൾ SSC നടത്തുന്നതാണ് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ഈ എക്സാംസ്? അതിൽ ഓരോന്നിലും ഓരോ എലിജിബിലിറ്റിയാണ്, ഓരോ റിക്വയർമെൻ്റ് ആണ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിനൊക്കെ. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ നടത്തുന്ന ഫ്രീ ആയിട്ടുള്ള വെബിനാർ. ഓക്കെ, അപ്പോൾ റിജിൻ സാർ കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു വെബിനാറിൽ ഏതൊക്കെ എക്സാംസ് ആണ് SSCയിൽ വരുന്നത്, അതിൽ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ വെബിനാറിൻ്റെ ഡേറ്റ് April 17th ആണ്. രാത്രി 8 മണിക്കാണ് ഈ ഒരു വെബിനാർ വരുന്നത്. ഇൻട്രാക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ ഡൗട്ട്സിനൊക്കെ ആൻസർ ലഭിക്കുന്ന ഒരു ഇടമായിരിക്കും ഈ ഒരു വെബിനാർ. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങളെല്ലാവരും നമ്മുടെ വെബിനാറിന് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ഇത്
കൂടാതെ നിങ്ങളുടെ പഠന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എക്സാം റിലേറ്റഡ് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നമ്മളുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ ക്വയറീസും ക്വസ്റ്റ്യൻസും ഒക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ എഴുതി ചോദിച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.